റാഫ നേഷൻസ് കപ്പിൽ രണ്ടാം അംഗത്തിലൊരുങ്ങി ഇന്ത്യ. ഏഷ്യൻ വമ്പന്മാരായ ഇറാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. മത്സരം വൈകിട്ട് 5:30 തജിക്കിസ്ഥാനിൽ. ആദ്യ മത്സരത്തിൽ തജിക്കിസ്ഥാനെ വീഴ്ത്തി ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. പുതിയ പരിശീലകൻ ഖാലിദ് ജാമലിന് കീഴിൽ ജയം തുടരാനാണ് ഇന്ത്യ ലക്ഷ്യമിടുക. റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള ഇറാനെതിരായ മത്സരം കടുപ്പമേറും. അവസാനം ഇരു ടീമും നേർക്കുനേർ വന്നപ്പോൾ ജയം ഇറാനൊപ്പമായിരുന്നു. KCL തൃശൂർ ടൈറ്റൻസും ആലപ്പി റിപ്പിൾസും നേർക്കുനേർ. തോൽവിയിൽ നിന്ന് തിരിച്ചുവരവാണ് ഇരു ടീമുകളും ലക്ഷ്യമിടുന്നത്. നിലവിൽ 8 പോയിന്റുമായി തൃശൂർ 4-ാം സ്ഥാനത്തും 6 പോയിന്റുമായി ആലപ്പി റിപ്പിൾസ് 5-ാം സ്ഥാനത്തുമാണ്. മത്സരം ഉച്ചയ്ക്ക് 2:30. രണ്ടാം മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. മത്സരം വൈകിട്ട് 6:45. ഇന്ത്യയുടെ ഏകദിന നായകൻ രോഹിത് ശർമ്മയും ടെസ്റ്റ് നായകൻ ശുഭ്മാൻ ഗില്ലും പ്രീ സീസൺ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി. സെപ്റ്റംബർ 9 ആരംഭിക്കുന്ന ഏഷ്യ കപ്പിനായി ഗിൽ ഉടൻ ദുബായിലേക്ക് പോകും. ഫിറ്റ്നസ് പാസ്സായ സഹതാരങ്ങളായ ജസ്പ്രീത് ബുംറ, ജിതേഷ് ശർമ്മ എന്നിവരോടൊപ്പമായിരിക്കും ഗിൽ ദുബായിലേക്ക് തിരിക്കുക. പനി കാരണം ദുലീപ് ട്രോഫിയിൽ നിന്ന് ഗിൽ പിന്മാറിയിരുന്നു. വിശ്രമത്തിലായിരുന്ന താരത്തിന് ഫിറ്റ്നസ് പരിശോധന BCCI നിർബന്ധമാക്കിയിരുന്നു. അണ്ടർ-17 വനിതാ സാഫ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാർ. ചാമ്പ്യൻഷിപ്പിൽ 15 പോയിന്റുകളുമായാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനോട് പരാജയപ്പെട്ടെങ്കിലും 1-ാം സ്ഥാനം നിലനിർത്തിയാണ് കിരീടം ചൂടിയത്. 6 മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യൻ പെൺപട 30 ഗോളുകളാണ് അടിച്ചുകൂട്ടിയത്.